അതിനോടൊപ്പം അച്ഛൻ എനിക്ക് ഇന്നെ തന്റെ പറ്റി ഇന്നൊരു സഹോദരനുണ്ട്, ജോസ് സഹോദരൻ. ഇത് സൂപ്പർ, എല്ലാം സൂപ്പർ. ദൈവത്തിന്റെ വരി വരുന്ന എല്ലാ കൃപയും അടിപൊളി കൃപയാണ്, അടിപൊളി കൃപയാണ്. ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച എൻ്റെ അളിയൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ അവർ കൊണ്ടുപോയി ചെക്കിങ്ങിന് കൊണ്ടുപോയതാണ്. 27-ാം തീയതി ആയിരുന്നു പ്രസവത്തിൻ്റെ ഡേറ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ച കൊണ്ടുപോയി അവർ സ്കാനിങ് എടുത്തപ്പോൾ അതിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ കഴുത്തിൽ പൊക്കിൾ പൊടി കുരുങ്ങി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ സൈറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ വന്നു. വൈകുന്നേരം ഞാൻ അച്ഛനെടുത്ത് വന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പവും വരില്ല, സിസേറിയന് ആണ് അവരവിടെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരുന്നത്. അച്ഛൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ അവിടെ പറഞ്ഞു പുള്ളിക്കാരിക്ക് ആഹാരം ഒന്നും വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് പറഞ്ഞത്. അതിനുശേഷം പിറ്റേന്ന് രാവിലെ ബുധനാഴ്ച 9 മണിയൊക്കെ ആയപ്പോൾ പ്രസവിച്ചു. സുഖപ്രസവമായിരുന്നു. ക്രിസ്തുരാജിന് 1000 നന്ദി അർപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇതാണ് ആ ഭർത്താവിന് സ്വന്തം കറിക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം. ഈ പേരെല്ലാം കൂടി ഇതിവിടെ ഇത് ചുറ്റി അത് ഡോക്ടേഴ്സ് പെട്ടെന്ന് പറയും അർപ്പിക്കുക, ചിപ്പ് ഓപ്പൺ ചെയ്യുക, പടം എടുത്ത് കഴുകുക, കുളിക്കുക, ഐസ്ക്രീം ചേർക്കുക, 3 മണിക്കൂർ 5 മണിക്കൂർ 7 മണിക്കൂർ ഇങ്ങനെ. ഡോക്ടേഴ്സ് തരം താഴ്ത്തുന്നില്ല. ഡോക്ടേഴ്സ് ഒരു പരിധി വരെ പറയും നോക്കാം, അപ്പുറം പ്രാർത്ഥിക്കണം. ഒരു അറ്റം പോകുമ്പോൾ പ്രാർത്ഥിക്കണേന്ന് ആ ഡോക്ടർ വായിക്കൊണ്ടും പറയും. ഇത് യഥാർത്ഥമാണ്. മെഡിക്കൽ കോളേജ് മഞ്ഞാറോട് പോകുമ്പോൾ ഒരു പരിധി വരെ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു നോക്കാം. ഒരു പരിധി കഴിഞ്ഞ ശേഷം എപ്പോഴത്തെ അടുത്ത് പറയണം അച്ഛൻ മരിച്ചു പോകും. ഞാൻ നേരിട്ട് ഫസ്റ്റ് വർഷം നേരിട്ട് കേട്ട ഫസ്റ്റ് ഡോക്ടറാണ്. പക്ഷേ എന്റെ ധൈര്യം കൊണ്ട് എനിക്ക് നേരിട്ട് പറഞ്ഞു തോന്നുന്നു. ഏതെങ്കിലും ഒരു ഡോക്ടർ പോയിട്ട് പേഷ്യന്റ് അടുത്ത് പറയോ അച്ഛൻ മരിച്ചു പോകും, ഒപ്പിട്ട് തന്നെ. ആദ്യത്തെ ഡോക്ടർ റൈമണ്ട് മോറിസ് എന്റെ ഫ്രണ്ടായി. കുമാരപ്പുറം മെഡിക്കൽ കോളേജ് തൊട്ടടുത്ത് സ്വന്തം വീടുണ്ട്. എപ്പോഴും എന്റെ നട്ടലിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ ഞാൻ വീട്ടിൽ തന്നെ പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകില്ല. ഇത് ദൈവമേ ഇങ്ങനെ അസാധ്യമാണ് സാധ്യമാക്കാൻ ഈ പൊക്കിൾ കൊടി ഇങ്ങനെ കഴുത്തിൽ ചുറ്റി കിടന്നാലും ഡോക്ടർ ഇത് സിസേറിയൻ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും ഇത് എങ്ങനെ പറ്റും? ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ, ദൈവം മാത്രമേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു ക്രിസ്തു അതിൽ പറഞ്ഞിട്ട് പോ, ക്രിസ്തു എല്ലാം ശരിയാക്കണം. പ്രാർത്ഥിക്കണം. നമ്മൾ നിങ്ങളുടെ പ്രാർത്ഥന ചൈതന്യം ഇവിടെ വന്നു പോകുന്ന ഓരോരുത്തരുടെ പ്രാർത്ഥന ചൈതന്യം ആ മകൾക്ക്, ആ അമ്മയ്ക്ക്, അമ്മ ഗർഭത്തിലുണ്ടായ ആ കുഞ്ഞിനുடைய കഴുത്തിലുണ്ടായ പൊക്കിളുടെ മാറ്റി സുഖപ്രസവമായിട്ട് മാറ്റി തന്ന ഒറ്റ കർത്താവ്, ഒറ്റ രാജാവ്, ലോക രക്ഷകൻ ക്രിസ്തുവാണ്. ഒറ്റ ഈശോയെ, അയ്യോ ശ്വാസം പോയേ, ഒറ്റ ഈശോയെ, ഈശോയെ, ഈശോയെ. മക്കളെ എല്ലാം ആദ്യം ഇതിനു മുൻപ് പഴയ സ്റ്റൈലിൽ മക്കളെ എന്തോ എന്ന് പറയും. പുതിയ സ്റ്റൈലിൽ മക്കളെ ഈശോയെ, മക്കളെ God bless you my people. അതേപോലെ ആദ്യം സിസ്റ്റർ പറഞ്ഞു ഈ കൊത്താർക്കാരോട് ഇന്ന് നമ്മൾ പയ്യൻ നാരായണ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പയ്യൻ 5th ഇയർ ഫെബ്രുവരി എക്സാമിന് തീരണം. ലാസ്റ്റ് ഇയർ ഇടയ്ക്ക് ഒരു മാഡം ബുദ്ധിമുട്ടുണ്ടായി. ഒരു സബ്ജക്ട് വലിച്ചടിക്കുക, കരക്കടിക്കുക. അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദൈവം പ്രൊഫസറെ അനുകരിക്കും, ഈ മകനെ അനുകരിക്കും. ബുദ്ധിമുട്ടുള്ള കുടുംബം ഡോക്ടർ പഠിക്കുന്നുണ്ട്. പപ്പ അമ്മയെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പ്രതീക്ഷ കാത്തിരിക്കുക. എന്റെ മകൻ ഡോക്ടർ ആകുന്ന പ്രതീക്ഷ അത്ര പ്രതീക്ഷയുള്ള ആ കുടുംബത്തിന് ദൈവം ക്രിസ്തുവായ ഈ കന്യാസ്ത്രീക്ക് നടത്തിയ അതേ അത്ഭുതം 3-ാമത്തെ വർഷത്തില് കടന്നുപോയ ആ വച്ചാരിയര് അതെയും കടത്തി കൊണ്ടുപോകണം. ഈ ഫൈനൽ ഇയർ എക്സാമിൽ കടന്നു പോകണം എന്നുള്ള ആ ബുദ്ധിമുട്ടോട് വന്ന് പയ്യൻ വെട്ടി
ഇത് നാ വെട്ടുകാട് വിമാനത്തോളം പോകുമ്പോൾ അവിടെ കണ്ടുമുട്ടിയെ കൂട്ടുന്ന ഈ പ്രൊഫസർ ജോലി പ്രൊഫസർ ജോലി ഡോക്ടർ ജോലി അവിടെയും മക്കളുടെ ഈ മക്കൾ JP മെഡിക്കൽ കോളേജിൽ കർണാടക പഠിക്കുക കാരക്കോണം മെഡിക്കൽ കോളേജിൽ പഠിക്കുക രണ്ട് പൈമ കർണാടക ഇവിടെ കഴിഞ്ഞ 2 മാസം 6 മാസം മുമ്പ് ഈ ഇളയ മകനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഫ്രണ്ട്സോട് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ബഹളവും കഞ്ചാവ് എല്ലാം ചേർത്ത് ഇവർ കഴിഞ്ഞ ആഴ്ച വന്ന് പ്രാർത്ഥിച്ച് ഒരു പുതിയ ബൈക്ക് മേടിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു പുതിയ ബൈക്ക് ഇപ്പൊ കൊണ്ടുപോയാൽ ആൾക്കാർ പറയും നീ കഞ്ചാവ് വെച്ച് പുതിയ 2.5 lakhs സൂപ്പർ ബൈക്ക് കഴിഞ്ഞ ആഴ്ച കൊണ്ടുവന്നതാണ് എന്റെ പുത്രൻ പ്രാർത്ഥിച്ച് ബൈക്ക് ഇപ്പൊ കൊണ്ടുപോകണം ട്രെയിൻ കയറി നീ ബാംഗ്ലൂർ പോ പഠിക്ക് ഞാൻ പറയുമ്പോൾ നീ ബൈക്ക് കൊണ്ടുപോയാൽ മതി ഇപ്പൊ ബൈക്ക് കൊണ്ടുപോയാൽ ഉറപ്പായിട്ട് പോലീസിനെ പിടിച്ച് അവർക്കാക്കും ഇവ കഞ്ചാവ് വെച്ചുதான் ഇത്ര നല്ല കോൺസ്റ്റന്റി ഉള്ള ബൈക്ക് മേടിച്ചെന്ന് നീ തന്നെ വഴി കൊടുത്ത് അടിമേടിക്കുന്ന ഒരു അവസരം ഉണ്ടാകും മകനെ കൊണ്ടുപോടാ എന്ന് പറഞ്ഞു അവന്റെ ചേട്ടന ഇന്ന് പെൻസാൻ വന്ന് അച്ഛൻ ബൈക്ക് ഇപ്പൊ നാഥനെ എവിടെ വന്ന് നാഥനെ രാവിലെ അനിയന്റെ ബൈക്ക് ഇപ്പൊ കൊടുക്കാൻ അമ്മയുടെ പറ തലയുടെ പറ മറിയമ്മയുടെ പറ ഇപ്പൊ കൊണ്ടുപോകേണ്ടെന്ന് പറ ഇല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ട് അവനെയും ദൈവം രക്ഷപ്പെടുത്തി അവൻ പിന്നീട് വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു അവനക്ക് ഭയങ്കര വിശ്വാസം ക്രിസ്തവ അവനെ വെട്ടിക്കാണ് വിശ്വാസം പക്ഷേ അവിടെ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് ആ അമ്മ ഈ മകനെ പോയി നീ കാട്ടാനട കൊച്ചു വെട്ടിക്കാട്ടുന്ന അച്ഛൻ വന്ന് പ്രശ്നത്തിൽ പറഞ്ഞിട്ട് പോയില്ല കൊച്ചു വെട്ടിക്കാട് കാട്ടാനട കൊച്ചു വെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് പോയി നീ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചു തന്നെ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ പ്രാർത്ഥിച്ച് കുമ്പസാരം ചെയ്ത് ഇപ്പൊ ഇന്ന് ആ ചേട്ടൻ എന്ന് പറയുക എന്റെ അന്യന് ഒരു ബുദ്ധിമുട്ടില്ല കാലേജിൽ ചേർന്ന് പോലീസ് ഒവ്വൊരു മാസം വന്നിട്ട് ചെക്ക് ചെയ്യുന്നു പോകാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞ് കോളേജിൽ ചേർന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഇളയ പുത്രൻ മൂത്ത പുത്രൻ തേടിയിലുള്ള സബ്ജക്ട് എഴുതണം വീണ്ടും അവൻ പപ്പ മമ്മിക്കുള്ള നല്ലൊരു പഠിച്ച ഡോക്ടറായിട്ട് ഇറങ്ങി പുറത്തു വരണം മക്കളെ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് ആ മകൻ ഡോക്ടർ മകൻ ഞാൻ ഇതുപോലെ ഇനി പഠിക്കുന്ന വ്യക്തിയിലേക്ക് ഞാൻ സഹായിക്കണം അങ്ങനെയുള്ള മനസ്സ് ഇന്ന് അവർക്ക് തോന്നി അവൻ ടെൻസാണ് സ്നേഹമുള്ളവര് പഠന ബുദ്ധിമുട്ടുണ്ട് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് കുടുംബത്തിലെ ബുദ്ധിമുട്ടുണ്ട് സന്താന സ്വാഭാവികത ഒരുപാട് കുഞ്ഞുങ്ങൾ വന്നിട്ട് മകൾക്ക് ദൈവം അഭിഷേകം അനുഗ്രഹം തന്നിട്ടുണ്ട് ഈ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ക്രിസ്തുരാജ ദേവാലയത്തിൽ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും തന്റെ ശക്തിയുള്ള കരങ്ങളാൽ അഭിഷേക കരങ്ങളാൽ അനുഗ്രഹത്തിന്റെ കരങ്ങളാൽ അഗ്നിന്റെ കരങ്ങളാൽ അനുഗ്രഹിക്കട്ടെ ആസ്വദിക്കട്ടെ കൃപയിൽ നിറയ്ക്കട്ടെ ജ്ഞാനത്തിൽ വളരട്ടെ എന്ന് നിങ്ങളെ ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും ക്രിസ്തുരാജ ആസ്വദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കുന്നു. God bless you people. God bless you all. God bless you all.